ഇതിനെതിരെയാണ് നമ്മളെ പോരാട്ടം. ഇന്നലെ ന്യൂസായ എല്ലാ ന്യൂസിലും എന്താ അറിയോ ഇതിനെക്കുറിച്ചുണ്ട്. നിൽക്കാത്ത മയത്ത് പൊളിഞ്ഞാടി എന്ന് പറയുന്നത്. ഒരു മയത്ത് പൊളിഞ്ഞാടാനുള്ള സെറ്റപ്പും കാര്യങ്ങളും നമ്മളെ വീടിനുള്ളൂ. അതിനെക്കുറിച്ച് പഠിക്കണം, അതിനെക്കുറിച്ച് അറിയണം എന്ന് വിചാരിച്ച് ഇന്ന് പോകുന്നതാണ്. 45 കിലോമീറ്റർ ഉണ്ട് കേട്ടെ. എന്നാലും വേണ്ടില്ല, ഇതിനെക്കുറിച്ചിട്ട് എന്താണോ എനിക്ക് അറിയണം എന്നല്ല ഇതിക്ക് പോകുന്നത്. ഓരോ കാര്യങ്ങളും നമ്മൾ പറയണത് ഇതൊന്നും സംഭവിക്കാതെക്കാനും വേണ്ടിയിട്ടാണ്. ഓരോ ദിവസത്തെ മയക്ക് തകരാനുള്ള മോഡലിലെല്ലാം നമ്മൾ വീടുണ്ടാക്കേണ്ടേ. ഒരുപാട് കാലം വീടെടുക്കാനുള്ള മോഡലില്ല. അതിന് നല്ല സാധനങ്ങളെ കൊണ്ട് പണിയെടുക്കണം. അപ്പോൾ ആ സാധനം നിങ്ങൾ നിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ ഒരു മയത്ത് പോവും. ഇതൊന്നും ഇവിടെ ഉരുൾ പൊട്ടിയിട്ട് എന്താകുക, വീണ് പോയതല്ല, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ആദ്യ കല്ലുകൾ ഇപ്പോൾ ഇത് മണ്ണായിന്, മറ്റേത് മുട്ടായോ അല്ല കടലക്കുട്ടായോ അല്ല അങ്ങനെ പൊട്ടി പൊട്ടി പോവുകയുള്ളൂ. വീടുകൾ തകർന്നാൽ ഇത് വെറും മണ്ണാണ്. ഈ മണ്ണുകൊണ്ടൊക്കെ വീടുകൾ കെട്ടിപ്പടുക്കുന്ന ആളുകൾ ചിന്തിക്കുക, നിങ്ങളുണ്ടാക്കിയ സമ്പാദ്യം മൊത്തം നശിച്ചു പോവും, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഇനി ഇത് കെട്ടിപ്പടുക്കണമെങ്കിൽ എത്രത്തോളം ഇനി നിങ്ങൾക്ക് ചിലവാക്കണം, ഇവിടുന്ന് കോരി കൊണ്ടുപോകണമെങ്കിൽ എത്രത്തോളം ചിലവാക്കണം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തരും ഓരോ വീട് കെട്ടിപ്പടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് നല്ലതായിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ച് അതിന് വേണ്ട കമ്പിയും കാര്യങ്ങളും കല്ലുകളൊക്കെ എങ്ങനത്താണോ അതോ ഒക്കെ നോക്കിയിട്ട് ഓരോരുത്തരും വീടുകൾ കെട്ടിപ്പടുക്കുക. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി നമ്മളെ ജീവനൊക്കെ വില ഉണ്ട്, അത് ആദ്യം മനസ്സിലാക്കുക. നമുക്ക് പൈസയൊക്കെ പോയ എവിടെയെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ നമ്മുടെ ജീവന് അത് നല്ല കരുതൽ നമുക്ക് വേണം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിട്ട് അവനാൻ്റെ വീടുകൾ എടുക്കുമ്പോൾ കരാറ് കൊടുക്കുമ്പോൾ കറക്റ്റ് മെറ്റീരിയൽ എഴുതി കൊടുക്കുക. ഈ വീടിൻ്റെ കമ്പികളൊന്നും കറക്റ്റ് അളവുകളിലല്ല കാണുന്നത്, സ്ലാബുകളൊക്കെ ഒടിഞ്ഞ് തൂങ്ങി കിടക്കണ കാണുന്നത്. ഫില്ലറുകളൊക്കെ അതിൻ്റെ ഉള്ളിലാണ്, ലിൻഡലും കാര്യങ്ങളും എല്ലതും ആകെ തൂങ്ങി തൂഫാനായിന്. എന്ത് കമ്പി സിറ്റ് ഔട്ടാതെ കണ്ടോളി. ഇതിൻ്റെ ലീക്കും കാര്യങ്ങളൊന്നും കണ്ടു നോക്കി നിങ്ങൾ. ഈ പണീൻ്റെ അപാകത എത്ര ഉണ്ട് എന്ന് ഇതിൽ മനസ്സിലാക്കാം ഇല്ലേ. സിറ്റ് ഔട്ടിൻ്റെ ഉൾഭാഗം വരെ ലീക്കും കാര്യങ്ങളുമായി തൂഫാനായി കിടക്കുകയാണ്. അതാണ് നമ്മൾ പറയണതൊക്കെ ഓരോന്നേ. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് മോൾക്ക് എനിക്ക് കയറി പോകാൻ വയ്യ. ഇന്നിപ്പോൾ സെൻട്രിങ്ങാർ പലക അടിച്ചാൻ വരുന്ന ദിവസമാണ്. ഞാൻ അയലക്കത്തൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറയാം കമ്പിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് പുതിയ. ഏതായാലും പഠിച്ച തമ്പുരാൻ ഓലെ കാത്ത്. ഈ പണിക്കാരൊക്കെ പച്ച പാവങ്ങളാണ് ഉണ്ടാകുക. ഈ കല്ലാണ് ഈ വീടിന് ഈ കോലത്തേക്ക് ഇട്ടത്. ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് കല്ലായിട്ടൊക്കെ തോന്നും, നല്ല ഉറപ്പുള്ള കല്ലാന്നൊക്കെ തോന്നും. അവിടെ പോയി വെക്കുമ്പോൾ അതിൻ്റെ കഥ ആണ് വെറും മണ്ണും കട്ട. ഇത്രയും ലോഡ് പിടിച്ച് നിർത്താൻ ഈ കല്ലുകൊണ്ട് കഴിയൂല. കല്ല് താഴെ ഇട്ട്, അതാണ് സത്യം. ഈ വീട് ഫുള്ള് ഉപയോഗിച്ചത് ആ കല്ലാണ്. ഇനി മൊത്തം ഇടിച്ച് നിരത്തിയിട്ട് അയച്ചിങ്ങൊന്നും ഉണ്ടാക്കലേ ഈ വീട് നടക്കുള്ളൂ. ആകെ നാശമായിന്. ഒരു റൂമോ ഈ അടുക്കള ഭാഗമില്ലാത്ത ബാക്കിയുള്ള എല്ലാ സംഗതിക്കും ഈ വീണ ഇതിൻ്റെ പവർ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ജെർക്കിങ്. നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാനും വേണ്ടിയിട്ട് മാത്രമാണ് ഓരോ ദിവസവും നമ്മൾ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വെച്ചാൽ, കാരണം നമ്മൾ പറയുന്നതിലൊക്കെ എത്രത്തോളം ഗൗരവമുണ്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അപ്പുറത്ത് ആ കാണുന്ന വീടുണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉരുൾ പൊട്ടിയതോ ഭൂമി താഴ്ന്നതോ ഒന്നുമല്ല. വീടുകളെ പണിയിലുള്ള പാൾട്ടുകൾ കൊണ്ട് മാത്രം വന്നു പോയതാണ്. കമ്പി കെട്ടുന്നതിൻ്റെ അകലങ്ങൾ അത് മാത്രമല്ല ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. കാരണം ഈ സ്ലാബ് മൊത്തം ലീക്കും കാര്യങ്ങളാണ്. അപ്പോൾ ആ പണീൻ്റെ അപാകത തന്നെയല്ലേ നമുക്ക് പറയാൻ പറ്റും. കല്ലുകൾ, ഈ കല്ലുകൾ കണ്ടില്ല നിങ്ങൾ, പുട്ടും പൊടി. നമ്മളെ നാട്ടിലൊക്കെ എത്തുന്നതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നല്ലേ. നമ്മളൊക്കെ പുറക്കെ ഈ സാധനം അടുപ്പിക്കൂല. എന്തിനടുക്കാലോ അറിയോ, അവിടെയെങ്കിലും ചെറിയ 3 വരിൻ്റെ മതിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പെരമക്കത് അടുപ്പിക്കൂല. നിങ്ങൾ നോക്കുക, ഇത്രയേ ഉള്ളൂ നമുക്ക്. ഇത് മാത്രമല്ല, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതല്ല, എന്നെ വേറൊരു സ്ഥലത്തേക്ക് വിളിച്ച് വരുത്തിയത്. ഒരു വീട് മൊത്തത്തിൽ പോയി തന്നാണ്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ഇത് ഞാൻ ന്യൂസിൽ കാണുന്നത്. അപ്പോൾ രണ്ടും ഈ ഭാഗത്തൂടെ അങ്ങനെ ഇറങ്ങിയിട്ട് ഇനി നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ ഞാൻ കാട്ടിത്തരാം. ചിലപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് ഒരുപാട് വീഡിയോ ആയിരുന്നെങ്കിൽ ഞാൻ നാളെ കാട്ടിത്തരുള്ളൂ. അധികം ആളുകളും 1500 സ്ക്വയർ ഫീറ്റിൻ്റെ മുകൾക്ക് വീടുള്ള ആളുകൾ ഈ ബെൽറ്റിന് കമ്പി ഇടുമ്പോൾ 8mm കമ്പി ഒഴിവാക്കി 10mm കമ്പിയെങ്കിലും മിനിമം ഇടാൻ ശ്രമിക്കുക. റിങ്ങുകൾ അടുപ്പിച്ച് കെട്ടാൻ ശ്രമിക്കുക.
6 ഇഞ്ചിൻ്റെ അപ്പുറത്തേക്ക് വലിയ വലിയ വീടുകൾക്ക് റിങ് കെട്ടരുത്. കാരണം അത്യാവശ്യം ലോഡും കാര്യങ്ങളൊക്കെ നിൽക്കാനുള്ളതാണ്. നമ്മളെ കാലില്ലെങ്കിൽ നമ്മളെന്തോ മറിഞ്ഞ് കുഞ്ഞാടും. അതേമാതിരി നമ്മൾ ബെൽറ്റ് കൊടുക്കണേ, ഇതിൻ്റെ പവറൊക്കെ വന്ന് നിൽക്കാനുള്ള സംഗതി അതാ. അപ്പോൾ അത് നമ്മൾ റിങ് ഒരുപാട് വലിച്ചിട്ട് കെട്ടിയാണ്ടും അതുപോലെ വണ്ണല്ലാത്ത ഈ 900 സ്ക്വയർ ഫീറ്റിന് കെട്ടുന്നത് ഈ ATM ആണ്. നിങ്ങൾ കണക്കൂട്ടണം. ഈ 2000-3000 സ്ക്വയർ ഫീറ്റിനുള്ളതും ഈ ATMൻ്റെ കമ്പിയാണ് അധികം ആൾക്കാർ ഉപയോഗിക്കണേ. അതിൽ കുറച്ച് ആളുകൾ മാത്രമേ ഇതിനൊക്കെ മാറ്റം വരുത്തുന്നുള്ളൂ. ബാക്കിയുള്ള ഏകദേശം ആളുകളൊക്കെ ഇതിനൊക്കെ ATMൻ്റെ കമ്പിയാണ്. ബെൽറ്റും കാര്യങ്ങൾക്കൊക്കെ റിങ്ങുകൾ നമ്മൾ കാണിച്ചു തന്നാണ് എങ്ങനെ കെട്ടേണ്ടതെന്ന് എല്ലാം നമ്മൾ പറഞ്ഞു തന്നേനെ. ഇതൊക്കെ പറഞ്ഞു തന്നെത്താറോ ഈ ആദ്യം ഓരോ അപകടങ്ങൾ ഉണ്ടാവാതൊക്കെ മാത്രം പറഞ്ഞു തരാണ്. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക. ബെൽറ്റൊക്കെ ഇടുമ്പോൾ ഇനിയുള്ളോല് 1500 സ്ക്വയർ ഫീറ്റിൻ്റെ മുകൾക്കുള്ളോല് ATMൻ്റെ കമ്പി ഒഴിവാക്കിയിട്ട് 10 മിനിമം കൊടുക്കുക. റിങ്ങുകൾ 6 ഇഞ്ച് മിനിമം വേണം. കാരണം ഈ ആദ്യം ലോഡുകൾ നിൽക്കണമെങ്കിലേ, ഇല്ലെങ്കിൽ നാളെ എന്താവും പറയുക, ഇതേമാതിരി ബുദ്ധിമുട്ടുകൾ വരും. താങ്ങാൻ കഴിയൂല നമുക്ക്. അതുപോലെ പടവാര് നല്ലോണം ശ്രദ്ധിക്കുക. സിമെൻറ്റൊക്കെ കൂട്ടുമ്പോൾ കുറച്ച് പടവിന് ഈ ഉറപ്പില്ലാത്ത കല്ലും കൂടി ആകുമ്പോൾ നല്ലോണം കൂട്ടണം. നിങ്ങൾ കമ്മിയാക്കരുത്. ഇപ്പോൾ ഇവിടുത്തെ സിമെൻറ്റിൻ്റെ ഒക്കെ കോലം നോക്കിയാണ് ഇതാ, ഈ ഉണ്ടെടുത്ത് കൈ പിടിച്ച് ഇങ്ങനെ പിരിച്ചാലേ നിങ്ങൾ കാണുക മണ്ണാവും. ഈ ഉറപ്പില്ലാത്ത കല്ലും ഈ സിമെൻറ്റും എങ്ങനെ ഇതാകുക, പൊളിഞ്ഞ് താഴത്തേക്ക് പോകും. ഇത്രേ ഉണ്ടാവുകയുള്ളൂ. മനസ്സ് പറഞ്ഞ സാധനം എല്ലോനെ ഇത് സഹിക്കാൻ കഴിയൂല. ഇത്രത്തോളം വേദന ഉണ്ട്, ഇത്രത്തോളം കഷ്ടപ്പാട്. ആ മനുഷ്യനെ എങ്ങനെ താങ്ങി നിൽക്കും ഇതൊക്കെ? റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് എന്നോട് മാത്രമേ പറയാനുള്ളൂ, ഈ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറ്റി പൂർണ്ണ സന്തോഷം നൽകണം അല്ലാ. അപ്പം ഓക്കെ എന്നാൽ